മധ്യപൂർവേഷ്യൻ മണ്ണിൽ നിന്നുയരുന്ന യുദ്ധപ്പുക ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ശ്വാസം മുട്ടിക്കുന്നു. ഇറാനെതിരെ വൻ ആക്രമണം തൊടുത്തുവിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് മറുപടിയായി ബുദ്ധിശൂന്യമായ നീക്കങ്ങൾക്ക് അമേരിക്ക കൊടുക്കേണ്ടി വരുന്നത് സങ്കല്പത്തിനും അപ്പുറമുള്ള വലിയ വിലയായിരിക്കുമെന്ന് ഇറാന്റെ താക്കീത് വന്നെത്തിക്കഴിഞ്ഞു. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇറാൻ കടുത്ത അനിശ്ചിതത്വങ്ങളിലൂടെയാണ് കടന്നുപോയത്. വാർത്താവിനിമയ ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടച്ചിട്ട മുറികളിൽ 3 ദിവസത്തോളം ബാഹ്യലോകം അറിയാതെ കഴിഞ്ഞുകൂടിയ നേതാക്കൾ, ജീവിച്ചിരിക്കുന്നവരും രക്തസാക്ഷികളായവരും ആരെന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ. ഉന്നതതല യോഗങ്ങളിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ മണിക്കൂറുകൾക്കകം കൊല്ലപ്പെടുന്ന ഭീതിജനകമായ നിമിഷങ്ങൾ. എന്നാൽ ആ കറുത്ത ദിനങ്ങളിലും ഇറാന്റെ കൈവശം ലോകം അറിയാത്ത ഒരു രഹസ്യ ആയുധമുണ്ടായിരുന്നു. കോഡ് 110. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ രാജ്യം എങ്ങനെ പ്രതികരിക്കണമെന്ന് മുൻകൂട്ടി തിട്ടപ്പെടുത്തിയ ഇറാന്റെ അടിയന്തര പ്രതിരോധ പ്രോട്ടോകോൾ. നേതൃത്വം തകർന്നാലും സ്വയം പ്രവർത്തിക്കുന്ന ഒരു കൂറ്റൻ യന്ത്രം പോലെ കോഡ് 110 സജീവമായതോടെ ഇറാന്റെ തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. 2 പതിറ്റാണ്ടിലേറെയായി ശാസ്ത്രജ്ഞരുടെ ചോരയും ജനങ്ങളുടെ കണ്ണീരും വീണ് കെട്ടിപ്പടുത്ത ഇറാന്റെ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അടിയറവ് പറയാത്ത ശബ്ദത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രലോഭനങ്ങൾക്കോ ഉപരോധങ്ങൾക്കോ മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള യഥാർത്ഥ അണുബോംബ് മറ്റൊന്നാണ്. അതാണ് ഹോർമുസ് കടലിടുക്ക്, ലോകത്തിന്റെ ഇന്ധനവാഹിനിയായ സമുദ്രപാത. ഹോർമുസ് പൂട്ടിയിട്ടാൽ ലോകം ഇരുട്ടിലാകും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില $100 കടന്ന് കുതിച്ചുയരുന്നത് അതിന്റെ വ്യക്തമായ സൂചനയാണ്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഭയമില്ലാതെ ലോകത്തെ മുൾമുനയിൽ നിർത്തി ഇറാൻ പോരാട്ടം തുടരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഈ മഹാപോരാട്ടത്തിന്റെ അലയടികൾ ലോകത്തിന്റെ ഏതൊരു കോണിലുള്ള മനുഷ്യനെയും ബാധിക്കാൻ പോകുകയാണ്. അത് നമ്മുടെ അടുക്കളയെ വരെ ബാധിക്കാൻ പോകുന്നുവെന്നത് അത്ര നിസാരമായി കാണേണ്ടതല്ല. സാമ്രാജ്യത്വ ശക്തികൾ തീർത്ത അസ്ഥിരതകൾക്ക് ശക്തമായ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ചെങ്കടലിൽ വൻ സൈനിക മുന്നേറ്റം നടന്നു കഴിഞ്ഞു. 2 സൗദി എണ്ണ ടാങ്കറുകൾക്ക് നേരെ യമനിലെ അൻസാറുള്ള പ്രസ്ഥാനം നടത്തിയ കൃത്യമായ ആക്രമണത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്ന് കുതിച്ചുയർന്നു. ജൂലൈ 23 എന്ന ഒരൊറ്റ ദിവസം കൊണ്ട് 7% വില വർദ്ധിച്ചത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന പ്രതിരോധാക്ഷത്തിന്റെ കരുത്താണ് ഈ നീക്കത്തിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. സനാ വിമാനത്താവളത്തിന് നേരെ സൗദി അമേരിക്കൻ സഖ്യസേന നടത്തിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കകം തന്നെ ശക്തമായ മറുപടിയാണ് ഹൂതി പോരാളികൾ നൽകിയത്. ചെങ്കടലിലൂടെ നീങ്ങുകയായിരുന്ന 2 ഭീമൻ എണ്ണ ടാങ്കറുകളെയും ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട ഡ്രോണുകളും മിസൈലുകളും കൃത്യമായി പതിച്ചു. അമേരിക്ക കൈമാറിയ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഈ ആക്രമണങ്ങളെ തടയാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിയാദിനും അവരുടെ സാമ്രാജ്യത്വ യജമാനന്മാർക്കും കിട്ടിയ കടുത്ത പ്രഹരമായി ഈ പ്രത്യാക്രമണം മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100.79 വ്യാപാരം നടത്തുന്നത്. മെയ് മാസത്തിന് ശേഷം ഇതാദ്യമായാണ് എണ്ണവില ഇത്രയും ഉയർന്ന നിലവാരത്തിലെത്തുന്നത്. ചെങ്കടലിലെ തന്ത്രപ്രധാനമായ സമുദ്രപാതകളിൽ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാൻ യമനിലെ പോരാളികൾക്ക് സാധിച്ചതാണ് വിപണിയെ ഉലച്ചത്. അമേരിക്കൻ അധിനിവേശ തന്ത്രങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ വില വർധനവ്. പശ്ചിമേഷ്യൻ എണ്ണ വിതരണത്തിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനും സാമ്പത്തിക ഉപരോധങ്ങൾ വഴി ഇറാനെയും സഖ്യകക്ഷികളെയും തളർത്താനും ശ്രമിച്ച ട്രംപ് ഭരണകൂടത്തിന് കനത്ത തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. അറബിക്കടലിലും ചെങ്കടലിലും അമേരിക്കൻ സൈന്യം സുരക്ഷാ വലയം തീർത്തിട്ടും പ്രതിരോധ സേനയുടെ നീക്കങ്ങളെ തടയാൻ കഴിഞ്ഞില്ല. വിപണിയിലെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം അമേരിക്കൻ വിദേശ നയത്തിന്റെ പരാജയത്തെയാണ് തുറന്നു കാട്ടുന്നത്. വർഷങ്ങളായി അമേരിക്ക ചുമത്തുന്ന അനാവശ്യ ഉപരോധങ്ങളെയും സൈനിക ഭീഷണികളെയും അതിജീവിച്ചാണ് ഇറാനും മേഖലയിലെ സ്വതന്ത്ര പോരാളികളും ഇത്രയും വലിയ ശേഷി കൈവരിച്ചത്. തങ്ങളുടെ അതിർത്തികൾക്ക് ഭീഷണിയാകുന്ന ഏതൊരു നീക്കത്തിനും മറുപടി നൽകാൻ തക്ക സാങ്കേതിക വിദ്യയും സഖ്യകക്ഷികളും തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾ ഇനി പശ്ചിമേഷ്യയിൽ ചെലവാകില്ലെന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. പേർഷ്യൻ ഉൾക്കടലിലും ചെങ്കടലിലും ഇറാന്റെ അനുമതിയില്ലാതെ വാണിജ്യ സുരക്ഷ സാധ്യമല്ലെന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുകയാണ്.